PSC ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജനുവരി 20 തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ആദ്യത്തെ പോയിന്റ്, ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവെച്ചു. വകുപ്പ് ഏത്? 370. ഒന്നുകൂടി നോക്കാം. ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ഭരണഘടനയുടെ വകുപ്പ് 2019 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയ നടപടി സുപ്രീം കോടതിയുടെ 5 ഭരണഘടനാ ബെഞ്ച് 2023 ഡിസംബർ 11 ഏകകണ്ഠമായി ശരിവെച്ചു. വകുപ്പ് ഏത്? 370. ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവെച്ചു. ഒന്നുകൂടി നോക്കാം. ജമ്മു കശ്മീരിൻ്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട കോടതി ലഡാക്കിനെ വേർപെടുത്തി നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയ നടപടിയും ശരിവെച്ചു. 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് പ്രത്യേക പദവി റദ്ദാക്കിയത്. 2019 ഓഗസ്റ്റ് 5 രാഷ്ട്രപതി പുറപ്പെടുവിച്ച ഉത്തരവിലൂടെയാണ് പ്രത്യേക പദവി റദ്ദാക്കിയത്. 1952 നവംബർ 17 മുതൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് 370 അനുച്ഛേദത്തിലൂടെ പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത്. 1952 നവംബർ 17 മുതൽ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി പ്രഖ്യാപിച്ചാണ് 370 അനുച്ഛേദത്തിലൂടെ പ്രത്യേക പദവി നൽകാൻ തീരുമാനിച്ചത്. അടുത്തു നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ഫ്രീ ഓൺലൈൻ കോച്ചിങ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കുന്നുണ്ട്. അതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഫ്രീ സ്റ്റഡി മെറ്റീരിയലുകൾ, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയവയുടെ PDF-കളും നമ്മുടെ PSC ഡയറി എന്ന ടെലഗ്രാം ചാനലിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി PSC ഡയറി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? 1300 കോടി വർഷം. ഒന്നുകൂടി നോക്കാം. നാസയുടെ ജെയിംസ് വെബ് ദൂരദർശിനി അടുത്തിടെ കണ്ടെത്തിയ തമോഗർത്തത്തിന് എത്ര വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്? 1300 കോടി വർഷം. പ്രപഞ്ചോൽപത്തി സമയത്തുണ്ടായ ഈ തമോഗർത്തം GN-Z11 എന്ന ആകാശഗംഗയിൽ സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ്റെ ഏകദേശം 10 ലക്ഷം മടങ്ങ് പിണ്ഡവുമുണ്ട്. പ്രപഞ്ചോൽപത്തി സമയത്തുണ്ടായ ഈ തമോഗർത്തം GN-Z11 എന്ന ആകാശഗംഗയിൽ സ്ഥിതി ചെയ്യുന്നു. സൂര്യൻ്റെ ഏകദേശം 10 ലക്ഷം മടങ്ങ് പിണ്ഡവുമുണ്ട്. നക്ഷത്രങ്ങൾ അവയുടെ പരിണാമദശയുടെ അന്ത്യകാലത്ത് ഊർജം സൃഷ്ടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങിയാണ് തമോഗർത്തമായി മാറുന്നത്. ഒന്നുകൂടി നോക്കാം. നക്ഷത്രങ്ങൾ അവയുടെ പരിണാമദശയുടെ അന്ത്യകാലത്ത് ഊർജം സൃഷ്ടിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട് ഗുരുത്വാകർഷണത്താൽ ചുരുങ്ങിയാണ് തമോഗർത്തങ്ങൾ അഥവാ ബ്ലാക്ക് ഹോളായി മാറുന്നത്. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അഥവാ IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരു ജാപ്പനീസ് സിനിമയാണ്. ഒന്നുകൂടി നോക്കാം. 2023 ഡിസംബർ 8 മുതൽ 15 വരെ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള അഥവാ IFFKയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരു ജാപ്പനീസ് സിനിമയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഇത് എത്രാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് എന്നുള്ളതാണ്. ഇത് 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ്. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോക്കിർ കോലിക്കോവ്. സൺഡേ എന്ന ചിത്രം സംവിധാനം ചെയ്തതിനാണ് മികച്ച സംവിധായകനുള്ള പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചത്. ഇദ്ദേഹം ഉസ്ബെക്കിസ്ഥാൻ സ്വദേശിയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തടവ് എന്ന മലയാള ചിത്രത്തിൻ്റെ സംവിധായകൻ ഫാസിൽ റസാക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രവും തടവാണ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹൻ പുരസ്കാരം ഉത്തം കമ്മാട്ടിക്കാണ്. ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം ആനന്ദ് ഏഗർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക് ലഭിച്ചു.
മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി നേടി. ഇതിൽ ഈ ഒരു പോയിൻ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ വ്യക്തിയാര്? പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. ഇത്രയും വിവരങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. 28ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഇതൊരു ജാപ്പനീസ് സിനിമയാണ്. മികച്ച സംവിധായകൻ ഷോക്കിർ കോലിക്കോവ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം സൺഡേ. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫാസിൽ റസാഖ്. ഇദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ തടവ്. മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം തടവ്. ഇന്ത്യയിൽ നിന്നുള്ള മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹൻ പുരസ്കാരം നേടിയത് ഉത്തം കമ്മാട്ടി. ചിത്രം കർവാൾ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക് പുരസ്കാരം നേടിയത് ആനന്ദ് ഏഗർഷി സംവിധാനം ചെയ്ത ആട്ടം എന്ന സിനിമയ്ക്ക്. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം B32 മുതൽ 44 വരെ എന്ന ചിത്രത്തിലൂടെ ശ്രുതി ശരണ്യം സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി. അടുത്തൊരു പോയിന്റ് നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ 29ാം ആഗോള കാലാവസ്ഥാ ഉച്ചകോടി അഥവാ COP29 ഏത് രാജ്യത്താണ് നടക്കുന്നത്? അസർബൈജാൻ. ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കാലാവസ്ഥാ ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ അടുത്തിടെ നടന്ന PSC പരീക്ഷകളിലൊക്കെ നിരന്തരം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തുകൊള്ളുക. അടുത്തൊരു പോയിന്റ്, വിശ്രുത മലയാളി ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച 3 ചിത്രങ്ങൾ 45 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റു. ചിത്രങ്ങൾ ഏവ? കൃഷ്ണനും രുക്മിണിയും. ഈ ചിത്രം 14 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു. ഈ ചിത്രം 13 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ദത്താത്രേയ. ഈ ചിത്രം 18 കോടി രൂപയ്ക്കാണ് വിറ്റുപോയത്. ഇവിടെ ഇത് എത്ര കോടി രൂപയ്ക്ക് വിറ്റുപോയി എന്നുള്ളതൊന്നും പ്രസക്തിയില്ല. പകരം ഈ പറയുന്ന കലാസൃഷ്ടികളുടെ പേര്, ഇത് വരച്ചിട്ടുള്ളത് രാജാ രവിവർമ്മയാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കാരണം ചിലപ്പോൾ ചോദ്യം വരുന്നത് അടുത്തിടെ വിറ്റുപോയ രാജാ രവിവർമ്മയുടെ ചിത്രമേത് എന്ന് ചോദിച്ചിട്ട് ഈ 3 പേരിൽ ഏതെങ്കിലുമൊക്കെ തന്നിരിക്കാം. അല്ലെങ്കിൽ ഈ 3 പേരും നാലാമതൊരു തെറ്റായിട്ടുള്ള പേരും തന്നിരിക്കാം. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന പേരുകളിൽ നിന്നും ഏതൊക്കെയാണ് രാജാ രവിവർമ്മ വരച്ച ചിത്രങ്ങളെന്ന് അറിയണമെങ്കിൽ ഈ കലാസൃഷ്ടികളുടെ പേരുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ കൃഷ്ണനും രുക്മിണിയും, അതുപോലെ രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്താത്രേയ, ഈ ചിത്രങ്ങളൊക്കെ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഒരു ബുക്കിൽ ഇത് കൃത്യമായിട്ട് എഴുതി വയ്ക്കുക. ഇതിൻ്റെ അനുബന്ധ പോയിന്റുകൾ നോക്കാം. മുംബൈയിലെ പുൻഡോൾ ആർട്ട് ഗാലറിയാണ് രവിവർമ്മയുടേതടക്കം 71 ചിത്രങ്ങൾ ലേലത്തിൽ വിറ്റത്. അപ്പോൾ മുംബൈയിലെ പുൻഡോൾ ആർട്ട് ഗാലറി, ആ ആർട്ട് ഗാലറി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ കയറ്റിവിടാൻ സാധ്യതയുണ്ട്. മുംബൈയിലെ പുൻഡോൾ ആർട്ട് ഗാലറിയാണ് രവിവർമ്മയുടേതടക്കം 71 ചിത്രങ്ങൾ ലേലത്തിൽ വിറ്റത്. രവിവർമ്മ ചിത്രങ്ങളെല്ലാം തന്നെ ജർമ്മൻകാരനായ ഫ്രിഡ്സ് ഷ്ലിച്ചർ കുടുംബത്തിൻ്റെ ശേഖരത്തിലുള്ളവയാണ്. മുംബൈയിൽ രവിവർമ്മ ആരംഭിച്ച പ്രസ് നടത്താനായി ജർമ്മനിയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഷ്ലിച്ചർ. രവിവർമ്മ ചിത്രങ്ങളെല്ലാം തന്നെ ജർമ്മൻകാരനായ ഫ്രിഡ്സ് ഷ്ലിച്ചർ കുടുംബത്തിൻ്റെ ശേഖരത്തിലുള്ളവയാണ്. മുംബൈയിൽ രവിവർമ്മ ആരംഭിച്ച പ്രസ് നടത്താനായി ജർമ്മനിയിൽ നിന്ന് വന്ന വ്യക്തിയാണ് ഷ്ലിച്ചർ. പിന്നീട് ലോണോവാലയിലേക്ക് മാറ്റി സ്ഥാപിച്ച പ്രസ് രവിവർമ്മയിൽ നിന്ന് വാങ്ങിയ ഷ്ലിച്ചർ അവിടെയുണ്ടായിരുന്ന രവിവർമ്മ ചിത്രങ്ങളും സ്വന്തമാക്കി. അക്കൂട്ടത്തിലുള്ള 3 ചിത്രങ്ങളാണ് ലേലത്തിൽ വിറ്റത്. പിന്നീട് ലോണോവാലയിലേക്ക് മാറ്റി സ്ഥാപിച്ച പ്രസ് രവിവർമ്മയിൽ നിന്ന് വാങ്ങിയ ഷ്ലിച്ചർ അവിടെയുണ്ടായിരുന്ന രവിവർമ്മ ചിത്രങ്ങളും സ്വന്തമാക്കി. അക്കൂട്ടത്തിലുള്ള 3 ചിത്രങ്ങളാണ് ലേലത്തിൽ വിറ്റത്. 2023 ഫെബ്രുവരിയിൽ ഷ്ലിച്ചർ കുടുംബത്തിൻ്റെ പക്കലുണ്ടായിരുന്ന യശോദ കൃഷ്ണ എന്ന രവിവർമ്മ ചിത്രം 38 കോടി രൂപയ്ക്ക് വിറ്റിരുന്നു. അപ്പോൾ ഈ ഒരു പേര് കൂടി നോട്ട് ചെയ്യണം, യശോദ കൃഷ്ണ. 2023 ഫെബ്രുവരിയിൽ ഷ്ലിച്ചർ കുടുംബത്തിൻ്റെ പക്കലുണ്ടായിരുന്ന യശോദ കൃഷ്ണ എന്ന രവിവർമ്മ ചിത്രം 38 കോടി രൂപയ്ക്ക് വിറ്റിരുന്നു. അപ്പോൾ ഏതൊക്കെ ചിത്രങ്ങളാണ് രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ടുള്ളതെന്ന് നോക്കാം. കൃഷ്ണനും രുക്മിണിയും, രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു, ദത്താത്രേയ, അതുപോലെ യശോദ കൃഷ്ണ, ഇത്രയും ചിത്രങ്ങളാണ് രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ടുള്ളത്. ഈ പേരുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വയ്ക്കുക.
അടുത്തൊരു പോയിന്റ് നോക്കാം. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറുടെ പേരാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 15,200 അടി മുകളിലുള്ള ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഒന്നുകൂടി നോക്കാം. സിയാച്ചിൻ സൈനിക മുന്നണിയിൽ നിയമിക്കപ്പെട്ട ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറാണ് ക്യാപ്റ്റൻ ഫാത്തിമ വസീം. 15,200 അടി മുകളിലുള്ള ലോകത്തെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കാം. ദേശീയ വയലിൻ ദിനം നാഷണൽ വയലിൻ ഡേ എന്നാണ് ഡിസംബർ 13. ഡിസംബർ 13-നാണ് ദേശീയ വയലിൻ ദിനം. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഇന്ദ്ര. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഇന്ദ്ര. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും സമാധാന പ്രവർത്തകൻ അലി അബു അവാദ്. ഈ ഒരു ചോദ്യത്തെ കരുതിയിരുന്നുകൊള്ളുക. കാരണം ഇത് ഉറപ്പായിട്ടും ഒരു ചോദിക്കാൻ സാധ്യതയുള്ള അന്താരാഷ്ട്ര പ്രസക്തിയുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഇത് വളരെയധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോളുക ഈ പേരുകളൊക്കെ. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കളാണ് ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും സമാധാന പ്രവർത്തകൻ അലി അബു അവാദും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ അവാർഡ് കിട്ടിയതെന്ന് നോക്കാം. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. ഈയൊരു കാര്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പ്രസക്തി വരുന്നത്. ഇസ്രയേൽ പലസ്തീൻ സംഘർഷം അവസാനിപ്പിച്ച് സൗഹാർദ്ദം പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇരുവരെയും പുരസ്കാരത്തിന് അർഹരാക്കിയത്. ആ പേരുകളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. ഇത് പഠിക്കാൻ ചിലപ്പോൾ ഓർത്തിരിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രമിക്കുന്നതിന് നല്ലത് കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓർത്തിരിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ഇത് ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിച്ചുകൊണ്ടിരുന്നാൽ ഈ പേര് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് അറിയാതെ തന്നെ അത് രജിസ്റ്റർ ചെയ്യപ്പെടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിച്ചാൽ മതി. 2023 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാര ജേതാക്കൾ ക്ലാസിക്കൽ പിയാനിസ്റ്റ് ഡാനിയൽ ബാരൻബോയും സമാധാന പ്രവർത്തകൻ അലി അബൂദ് അവാദും. അപ്പോൾ ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് കയറും. ഈ നൊബേൽ സമ്മാനം അതേപോലുള്ള മറ്റ് ഇംഗ്ലീഷ് പേരുകളൊക്കെ നമ്മൾ പഠിച്ചിരിക്കാൻ ഉപയോഗിക്കുന്ന മറ്റൊരു ടെക്നിക്കാണ് ഞാനീ പറഞ്ഞത്. അതായത് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരുകൾ, ആ പോയിന്റുകൾ കൃത്യമായ ഇടവേളകളിൽ നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരുന്നാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് കയറും. ഒരുപക്ഷെ നമുക്ക് ആ പേര് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഓപ്ഷനിൽ ഇത് കാണുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും നമുക്കിത് സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പേരുകളൊക്കെ അല്ലെങ്കിൽ ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടത് ഇതേപോലെ കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ ചെയ്തിട്ടാണ്. നമുക്ക് അടുത്തൊരു പോയിന്റ് നോക്കാം. 2023 ഡിസംബർ 16 അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രി KP വിശ്വനാഥൻ. 83 വയസ്സുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. 2023 ഡിസംബർ 16 അന്തരിച്ച മുൻ സംസ്ഥാന മന്ത്രിയാണ് KP വിശ്വനാഥൻ. 1991 K കരുണാകരൻ മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്നെങ്കിലും 2 തവണയും കാലാവധി തികയ്ക്കാനായില്ല. 1991 K കരുണാകരൻ മന്ത്രിസഭയിലും 2004 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അംഗമായിരുന്നെങ്കിലും 2 തവണയും കാലാവധി തികയ്ക്കാനായില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. പ്രാധാന്യമുള്ളൊരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് സൂറത്ത് ഡയമണ്ട് ബോർഡ്സ്. 3200 കോടി രൂപ ചെലവഴിച്ച സമുച്ചയം വലുപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനും മുന്നിലാണ്. 3200 കോടി രൂപ ചെലവഴിച്ച സമുച്ചയം വലുപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനും മുന്നിലാണ്. വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സമുച്ചയം സൂറത്ത് നഗരത്തിനടുത്ത് കാജോഡ് ഗ്രാമത്തിൽ ഡയമണ്ട് റിസർച്ച് ആൻഡ് മർക്കൻറ്റൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്.
ഖാദി വില്ലേജ് ബോർഡ് LD ക്ലർക്ക് പരീക്ഷയുടെ 5ാം ഘട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണെന്ന്. അത്തരത്തിൽ ആഴത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഗ്രാമമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. കാജോട് ഗ്രാമത്തിലാണ് ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻറ്റൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. 3200 കോടി രൂപ ചെലവഴിച്ച സമുച്ചയം വലിപ്പത്തിൽ US പ്രതിരോധ ആസ്ഥാനമായ പെൻറ്റഗണിനും മുന്നിലാണ്. വജ്രവ്യാപാരത്തെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന സമുച്ചയം സൂറത്ത് നഗരത്തിനടുത്ത് കാജോഡ് ഗ്രാമത്തിൽ ഡയമണ്ട് റിസർച്ച് ആൻഡ് മെർക്കൻറ്റൈൽ സിറ്റി അഥവാ ഡ്രീം സിറ്റിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓഫീസ് വജ്രവ്യാപാരവുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസാണ്. അതുകൂടി അറിഞ്ഞു വയ്ക്കുക. അടുത്തൊരു ചോദ്യമാണ്. 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള എത്രാമത്തെ രാജ്യമായാണ് ഇന്ത്യ അടുത്തിടെ ശക്തി തെളിയിച്ചത്? ആദ്യത്തെ രാജ്യം. അപ്പോൾ എന്താണ്? 25 കിലോമീറ്റർ പരിധിയിൽ ആകാശത്തുള്ള 4 ലക്ഷ്യങ്ങളെ കമാൻഡ് ഗൈഡൻസ് സംവിധാനം വഴി ഒരു മിസൈൽ വിക്ഷേപണി ഉപയോഗിച്ച് തകർക്കാൻ ശേഷിയുള്ള ആദ്യത്തെ രാജ്യമായാണ് ഇന്ത്യ അടുത്തിടെ ശക്തി തെളിയിച്ചത്. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാനാകുന്ന തദ്ദേശീയ മിസൈലായ ആകാശ് ഉപയോഗിച്ചാണ് ലക്ഷ്യം നേടിയതെന്ന് DRDO അറിയിച്ചു. ഒന്നുകൂടി നോക്കാം. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാനാകുന്ന തദ്ദേശീയ മിസൈലായ ആകാശ് ഉപയോഗിച്ചാണ് ലക്ഷ്യം നേടിയതെന്ന് DRDO അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിൽ വ്യോമസേനയാണ് മിസൈൽ സംവിധാനം പരീക്ഷിച്ചത്. ഒന്നുകൂടി നോക്കാം. ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തൊടുക്കാനാകുന്ന തദ്ദേശീയ മിസൈലായ ആകാശ് ഉപയോഗിച്ചാണ് ലക്ഷ്യം നേടിയതെന്ന് DRDO അറിയിച്ചു. ആന്ധ്രാപ്രദേശിലെ സൂര്യലങ്ക എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന വ്യോമാഭ്യാസ പ്രകടനത്തിൽ വ്യോമസേനയാണ് മിസൈൽ സംവിധാനം പരീക്ഷിച്ചത്. അടുത്ത PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും അതുപോലെ കറണ്ട് അഫയേഴ്സിനും മുൻവർഷ ചോദ്യങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി PSC ഡയറി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം അഥവാ ഇൻ്റർനാഷണൽ മൈഗ്രൻസ് ഡേ എന്നാണ്? ഡിസംബർ 18. ഡിസംബർ 18 അന്താരാഷ്ട്ര കുടിയേറ്റ ദിനം. 2023 ഡിസംബർ 16 പാരീസിൽ അന്തരിച്ച അന്റോണിയോ നെഗ്രി 90 വയസ്സ് ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഇറ്റാലിയൻ ചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമാണ് ഇദ്ദേഹം. 2023 ഡിസംബർ 16 പാരീസിൽ അന്തരിച്ച അന്റോണിയോ നെഗ്രി ഏതു നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? ഇറ്റാലിയൻ ചിന്തകനും രാഷ്ട്രീയ സൈദ്ധാന്തികനുമാണ് ഇദ്ദേഹം. അമേരിക്കൻ തത്വചിന്തകനായ മൈക്കിൾ ഹാർട്ടുമായി ചേർന്ന് 2000 നെഗ്രി രചിച്ച എംപയർ അഥവാ സാമ്രാജ്യം എന്ന പുസ്തകം മുതലാളിത്ത ആഗോളവൽക്കരണ വിരുദ്ധ ബൈബിൾ, അതുപോലെ 21ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു. ഒന്നുകൂടി നോക്കാം. അമേരിക്കൻ തത്വചിന്തകനായ മൈക്കിൾ ഹാർട്ടുമായി ചേർന്ന് 2000 നെഗ്രി രചിച്ച എംപയർ അഥവാ സാമ്രാജ്യം എന്ന പുസ്തകം മുതലാളിത്ത ആഗോളവൽക്കരണ വിരുദ്ധ ബൈബിൾ, അതുപോലെ 21ാം നൂറ്റാണ്ടിലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെട്ടു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവമേത്? ബോസ്റ്റൺ ടീ പാർട്ടി. ഇത് നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ, ബോസ്റ്റൺ ടീ പാർട്ടി. അതിനെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു സുപ്രധാന സംഭവത്തിന് 2023 ഡിസംബർ 16 250 വർഷം തികഞ്ഞു. സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നോക്കാം. 1773 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ തേയില നിയമത്തിനെതിരെ 1773 ഡിസംബർ 16 മസാച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച പ്രക്ഷോഭകർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ തേയില സൽക്കാരം അഥവാ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ വിഖ്യാതമായി. ഒന്നുകൂടെ നോക്കാം. 1773 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ തേയില നിയമത്തിനെതിരെ 1773 ഡിസംബർ 16 മസാച്യൂസെറ്റ്സിലെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിൽ നിന്ന് 342 തേയിലപ്പെട്ടികൾ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച പ്രക്ഷോഭകർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് ബോസ്റ്റൺ തേയില സൽക്കാരം എന്ന പേരിൽ വിഖ്യാതമായി. യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് അഥവാ ഓപ്പിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായത് മ്യാൻമാറാണ്.
യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം സർവേ പ്രകാരം അഫ്ഗാനിസ്ഥാനെ മറികടന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് മ്യാൻമാർ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവി EV രാമകൃഷ്ണൻ. 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ മലയാള നിരൂപകൻ കൂടിയായ കവിയാണ് EV രാമകൃഷ്ണൻ. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് സാഹിത്യ പഠന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. മലയാള നോവലിൻ്റെ ദേശകാലങ്ങൾ എന്ന കൃതിക്ക് സാഹിത്യ പഠന വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചത്. ഇംഗ്ലീഷിൽ നീലം ശരൺ ഗൗർ രചിച്ച റെക്യൂം ഇൻ രാഗ ജാൻകി എന്ന നോവലിനാണ് അവാർഡ്. തമിഴിൽ ദേവി ഭാരതി രാജശേഖരൻ്റെ നീർവഴിപ്പടവും പുരസ്കാരം നേടി. ഇംഗ്ലീഷിൽ നീലം ശരൺ ഗൗർ രചിച്ച റെക്യൂം ഇൻ രാഗ ജാൻകി എന്ന നോവലിനാണ് അവാർഡ്. തമിഴിൽ ദേവി ഭാരതി രാജശേഖരൻ്റെ നീർവഴിപ്പടവും പുരസ്കാരം നേടി. ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ മന്ത്രിമാർ, ഇത് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. മിസോറമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ലാൽദുഹോമ. ഇദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ് സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് അഥവാ ZPM. ഇതൊരു പ്രാദേശിക പാർട്ടിയാണ്. ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവാണ് ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രാധാന്യം വരുന്നുണ്ട്. നമുക്കറിയാം കോൺഗ്രസ്, BJP, അതേപോലെ CPI, CPM ഇതൊക്കെ ഒരു മുഖ്യധാരയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കെ തന്നെയാണ് ഈ ZPM അഥവാ സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടിയുടെ നേതാവ്, അതായത് ലാൽദുഹോമ, ഇദ്ദേഹം മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രാധാന്യമുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക. അടുത്തത് തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്. BJPയുടെ മുഖ്യമന്ത്രിമാരല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരായിട്ടുള്ള സംസ്ഥാനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. തെലങ്കാനയുടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് കോൺഗ്രസ് പാർട്ടിയെയാണ്. അതേപോലെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഇദ്ദേഹം BJP രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മോഹൻ യാദവ് മധ്യപ്രദേശ്. ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ്, ഇദ്ദേഹം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, ഇദ്ദേഹം BJP എന്ന രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. മിസോറം ലാൽദുഹോമ, സോറം പീപ്പിൾസ് മൂവ്മെൻറ്റ് അഥവാ ZPM. തെലങ്കാന രേവന്ത് റെഡ്ഡി, കോൺഗ്രസ്. മധ്യപ്രദേശ് മോഹൻ യാദവ്, BJP. ഛത്തീസ്ഗഡ് വിഷ്ണുദേവ് സായ്, BJP. രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ, BJP. നമ്മുടെ ഈ ചാനലിൽ കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ജനുവരി 20 തൊഴിൽ വാർത്തയിലുള്ള കറണ്ട് അഫയേഴ്സ്. താങ്ക്